എൻ്റെ ഉമ്മാക്ക് നിങ്ങൾ അസ്സലാമു അലൈക്കും പറയുന്നോട്ടപ്പ. 13 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ മകൻ ഇസ്മായിൽ നബിയെ അറുക്കാൻ കൊണ്ടുപോകുന്നത്. 86 വയസ്സുള്ള സമയത്താണ് ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ എന്ന കുഞ്ഞുണ്ടാകുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ സൂറത്ത് സാഫാത്തിന്റെ തഫ്സീറിൽ വിവരിക്കുന്നത് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പ്രയാസങ്ങൾ, ഒരു സങ്കടം വരും. കാരണം കുട്ടിയില്ലാതെ അള്ളാഹു കുട്ടിയെ നൽകി. 13 വയസ്സായപ്പോൾ സ്വപ്നത്തിലൂടെ അള്ളാഹു അറക്കണം എന്ന് അറിയിച്ചു. കുട്ടിനെ കൂട്ടി അറക്കാൻ പോവാണ്. നിങ്ങൾ ആലോചിച്ചു, അങ്ങനെ കുട്ടിയെ കയറും കത്തിയായിട്ട് പോയിട്ട് മിനയിൽ കുട്ടിയെ കെടുത്തിയ സമയത്ത് ഈ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ, പൊന്നുമോൻ ഉപ്പനോട് പറഞ്ഞ ചില സംസാരങ്ങളുണ്ട്. ഉപ്പ, നിങ്ങളുടെ കൈകാലുകൾ ശരിക്കും ബന്ധിപ്പിക്കണം, കെട്ടി ബന്ധിപ്പിക്കണം. കാരണം ഞാൻ പെടയുന്ന കണ്ട അപ്പാക്ക് പ്രയാസമാകും. ഉപ്പ, നിങ്ങൾ കത്തി നല്ല മൂർച്ച കൂട്ടണം, കാരണം മൗത്ത് ഷദീദാണ്. ഉപ്പ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങളുടെ ഡ്രസ്സിലേക്ക് രക്തമാവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ ഡ്രസ്സിൽ എൻ്റെ രക്തം കണ്ടാൽ എൻ്റെ ഉമ്മാക്ക് പ്രയാസം വരും. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഖബ്ബിരുഹു, മകന് ചുംബനം നൽകുന്നു. ഇമാം റാസി തങ്ങൾ പറയുന്നു, ഉമ്മാ യബ്കിയാനി, ഉപ്പയും മകനും കരഞ്ഞു. അള്ളാഹുവിന്റെ കൽപ്പനയല്ലേ മോനെ. ഒരു വാക്ക് വല്ലാതെ നമുക്ക് ഫീലിംഗ് വരുന്നുണ്ട്. എന്താ പറയുന്ന ഒരു മകൻ, വഖറ അല ഉമ്മി സലാമി, എൻ്റെ ഉമ്മാക്ക് നിങ്ങൾ അസ്സലാമു അലൈക്കും പറയണോട്ടപ്പ എന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞിനെ, അതൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ കെടുത്തി എല്ലാം റെഡിയായി കത്തി എടുത്ത് അറക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അവസാനത്തെ ഒരു വാക്കുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞുമോൻ ഇസ്മായിൽ അലൈഹിസ്സലാം പറയുന്നു, ഉപ്പ, നിങ്ങൾ എന്നെ മലർത്തി കിടത്തി അറുത്താൽ എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് ഉപ്പ, എന്നെ നിങ്ങൾ കമഴ്ത്തി കെടുത്തിക്കോ. എന്നെ കമഴ്ത്തി കെടുത്തി എല്ലാം തയ്യാറായ സമയത്ത് വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്തു റുയാ, അള്ളാഹുവിന്റെ വിളിയാലെന്ന്, ഓ ഇബ്രാഹിം, അറക്കണ്ട, നിങ്ങൾ സ്വപ്നം നിങ്ങൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു. നിങ്ങളുടെ മകന് പകരം ആടിനെ തരുകയാണ്. ഫദൈനാഹു ബിദിബിഹിൻ അദീം, ജിബ്രീൽ അലൈഹിസ്സലാം ആടുമായി വരുന്നു, ആടിനെ അറുക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം പറയുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ത്യാഗജനമായ ജീവിതമാണ് ബലിപെരുന്നാൾ നമുക്ക് തരുന്ന പാഠം. നാം അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ സാധിക്കണം. അള്ളാഹുവിന്റെ വേണ്ടി എന്തും സമർപ്പിക്കാൻ നമുക്ക് തയ്യാറാകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.